നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. നമ്മുടെ ഭാഗം തന്നെയാണല്ലോ ആദ്യകാലം മുതൽ വളരെ ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ച് പോകുന്നതാണ് മലപ്പുറം പ്രസ് ക്ലബ്ബ്. അതുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ അവസരത്തിന് നന്ദി പറയാണ്. തിരഞ്ഞെടുപ്പ് രംഗം നിങ്ങൾക്കെല്ലാവർക്കും തന്നെ അറിയുന്ന പോലെ, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് നല്ലപോലെ അറിയുന്ന പോലെ UDF അനുകൂലമായ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് സമയത്തും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്തും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു. ഒറ്റട്ടും കൂട്ടായും നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ UDF ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷവുമാണ് ഉള്ളത്. അതൊന്നുകൂടി UDF അനുകൂലവും ഭരണവിരുദ്ധ വികാരം ശക്തിപ്പെട്ടും വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് അവസരം ജനങ്ങൾ തരും എന്നാണ് കരുതുന്നത്. കൂടുതലായി പറയുന്നില്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് 10 വർഷം ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനാണ്. ഒരു ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്, മാനിഫെസ്റ്റോ. അത് ഞങ്ങൾ നടപ്പിലാക്കും. അതിനുള്ള നിശ്ചയദാർഢ്യം ഞങ്ങൾക്കുണ്ട്. പ്രധാനമായും റിസോഴ്സസ് ഉണ്ടാക്കണം, അതിനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഓരോരോ പരസ്യപ്പെടുത്തി മായാവിലാസം കളിക്കാതെ യഥാർത്ഥത്തിൽ കേരളത്തിനെ ഡെവലപ്മെൻറ്റിൻ്റെ ട്രാക്കിലും എംപ്ലോയ്മെൻറ്റൊക്കെ ധാരാളം ഉണ്ടാകുന്ന, വ്യാവസായികമായി വളരുന്ന ഒരു വളർച്ചയുടെ പാതയിലും കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയും എന്നാണ് കരുതുന്നത്. അപ്പോൾ ആ അജണ്ട നടപ്പിലാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ആമുഖമായി ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി നിങ്ങൾക്ക് ചോദിക്കാം. ട്രെൻഡ് വളരെയധികം UDF അനുകൂലമാണ്. അതിപ്പോൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം റീസെൻ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ എടുത്താൽ മതി. റീസെൻ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റും ജില്ലാ തിരഞ്ഞെടുപ്പിലുള്ള ഓരോരോ പെർഫോമൻസും ഒക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ UDF എപ്പോഴും ലീഡ് കിട്ടാറുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തവണ ഇപ്പോൾ കൊല്ലത്തൊക്കെ ഉണ്ടായ മാറ്റം കണ്ടില്ലേ, അതൊക്കെ തെളിവാണ്. കൊല്ലത്ത് എല്ലാ കോർപ്പറേഷനും മറിഞ്ഞില്ലേ, അതൊക്കെ അപൂർവ സംഭവങ്ങളാണല്ലോ, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. എല്ലാ കോർപ്പറേഷനിലും സിറ്റി കോർപ്പറേഷനുകളിലും ഒരേപോലെ ഒരു മാറ്റം സംഭവിച്ച ഏതെങ്കിലും ഒരു ഇലക്ഷൻ ഉണ്ടോ? കഴിഞ്ഞ ഇലക്ഷൻ അല്ലാതെ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയില്ലേ. കൊല്ലം, അതുപോലെ തന്നെ പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, കോഴിക്കോട് കഷ്ടിച്ച് അവർ രക്ഷപ്പെട്ടതാണ്. അതാണ് ട്രെൻഡ്. ആ ട്രെൻഡിനെ മറികടക്കാൻ എന്ത് ചെയ്താലും ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം അത് അവരുടെ ഭരണത്തിനോടുള്ള വിരക്തിയാണ്. അതുകൊണ്ട് UDF അനുകൂല വികാരമാണ്. അതെല്ലാം നിങ്ങൾ എത്ര ആര് പറഞ്ഞാലും പറഞ്ഞു ഫലിപ്പിക്കാൻ ഇനി കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരിക്കലും ആരും കരുതാത്ത കേരളത്തിലെ വലിയ കോർപ്പറേഷനുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒട്ടേറെ അവസരങ്ങൾ ഈ ഭരണകക്ഷി പ്രതിപക്ഷത്തിന് കൊടുത്താൽ പിന്നെ എന്ത് ചെയ്യും? എല്ലാം ചർച്ച ചെയ്യണ്ടേ? വികസനമാണ് ആകെ ചർച്ച ചെയ്യാനുള്ളത്. അതിൻ്റെ ഇടയിൽ ശബരിമല ഉണ്ട്, അതേപോലെ തന്നെ അവർ ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ നടത്തുന്ന ശ്രമങ്ങളുണ്ട്. അതുപോലെ പിന്നെ ഒരുപാട് ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഖജനാവ് കാലിയാക്കിയതുണ്ട്. എന്തിനാ പറയുന്നത്? പിന്നെ ഡെവലപ്മെൻ്റ് അജണ്ട പറയുന്നത് ഒരുപാടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ ഡീലുണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡീലുണ്ടാക്കിയതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വന്നത്.
ഡീലുണ്ടാക്കുകയും പിന്നെ അത് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നതിൽ കാര്യമുണ്ടോ? അപ്പുറത്തും ഇപ്പുറത്തും കൂടി പോയി ഡീലുണ്ടാക്കി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതുകൊണ്ടാണ് ആ ചർച്ച വന്നത്. പിന്നെ അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യാതെ പറ്റുമോ? ചില മണ്ഡലങ്ങളിൽ വളരെ പ്രകടമാണ്, അതുകൊണ്ടാണ് ചർച്ച ആയതും. പൊളിഞ്ഞു പോയത് അതുകൊണ്ടാണ്. ഇത്ര നഗ്നമായ ഡീലുണ്ടാക്കൽ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് പൊളിഞ്ഞു പോയത്. ഞാനിപ്പോൾ ആ മണ്ഡലം പറയുന്നില്ല. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം അത് ഏതാ മണ്ഡലങ്ങളെന്ന്. പിന്നെ ഇത് ചർച്ച ചെയ്യാൻ പാടില്ല, ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചാൽ നടക്കുമോ? ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുമോ? ഇത്ര പരസ്യമായിട്ട് ഡീൽ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം. മാധ്യമ അല്ല, നിങ്ങൾ വളരെ പിശുക്കിയേ ഞങ്ങൾക്ക് ലീഡ് തരുന്നുള്ളൂ മൊത്തം സർവേയിൽ. 1-2 ആ 1-2 എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ അടുത്തത് UDF തന്നെയാണ് എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും മോഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്നങ്ങോട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അത് കണ്ടാൽ തന്നെ കാണുന്നവർക്കറിയാം UDF തന്നെയാണ് എന്നുള്ളത്. സർവേകളും സൂചിപ്പിക്കുന്നത് UDF തന്നെയാണെന്നാണ്. സർവേ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാറില്ല എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ സർവേ അനുസരിച്ച് നമ്മൾ നിങ്ങളുടെ ആ ഊന്നൽ കണ്ടാലറിയാം. ഈ ആരും മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് ഒന്നങ്ങോട്ടും കാര്യങ്ങൾ പറയുന്നത് കേട്ടാലറിയാം തവണ UDF ആണ് എന്നത്. ഞങ്ങൾക്ക് വളരെ പിസ്കി 2-എണ്ണത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 30-90 പറഞ്ഞിട്ട് അതിങ്ങനെ ബാലൻസ് ചെയ്ത് പറഞ്ഞു പോകുന്നതെന്നല്ലാതെ കാര്യങ്ങളെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. തവണ UDF തന്നെയാണെന്നാണ് അതിലെ അർത്ഥം എന്ന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അറിഞ്ഞില്ല, നിങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നത് കേട്ടിട്ട് അപ്പാടി വിശ്വസിച്ച് വർത്താനം പറഞ്ഞാൽ ഇപ്പോൾ നോക്കട്ടെ. ആരാത് ചോദിക്കുന്നത്? ഗവൺമെൻറ്റോ? ആദ്യത്തെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനല്ലേ. ഗവൺമെൻറ്റിൻ്റെ എവിടെ എത്തി? ഒരൊറ്റ വീട് പാർക്കാൻ തക്ക വിധം ഗവൺമെൻറ് കൊടുത്തിട്ടുണ്ടോ? അവിടെ പോയി നോക്കണം നിങ്ങൾ. ഞങ്ങൾ കൊടുത്ത് നാളെ വേണമെങ്കിൽ അവർക്ക് പാർക്കാം, താമസിക്കാം. പക്ഷേ ഒരൊറ്റ വീട് 2 പോട്ടെ, അവരാണോ കോൺഗ്രസ് കുറ്റം? ഈ ഗവൺമെൻറ്റിന് ഈ പണങ്ങളൊക്കെ കിട്ടി സംവിധാനമൊക്കെ കയ്യിലുണ്ടായിട്ട് ഈ ഇലക്ഷൻ്റെ സമയത്തായിട്ട് പോലും വയനാട് പുനരധിവാസം പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്, വോളണ്ടറി ഏജൻസീസും പിന്നെ മറ്റ് പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ പറഞ്ഞതാണ് നിൽക്കട്ടെ, ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർത്തമാനം പറയുന്നത്. പക്ഷേ വേറെ കംപ്ലീറ്റ് ചെയ്യാത്തവരെ പറ്റി പറയാൻ ഗവൺമെൻറ്റിന് അധികാരം? അവരത് കംപ്ലീറ്റ് ചെയ്തു. ഇക്കണ്ട പണമെല്ലാം കൂടി 10,000-കണക്കിന് കോടി ഉറുപ്പിക കയ്യിൽ വെച്ചിട്ട് വയനാട്ടിലെ ആ പുനരധിവാസം പൂർത്തിയാക്കി ഒരാൾക്ക് വീട് കൊടുക്കാൻ ഈ ഗവൺമെൻറ്റിന് കഴിഞ്ഞാൽ അതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. പ്രഥമമായി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചോ, എന്നിട്ട് പോരെ മറ്റുള്ളവരെ കോൺഗ്രസിനെ കുറ്റം പറയില്ല. വെൽഫെയർ പാർട്ടി പൊളിറ്റിക്കലായിട്ടൊരു ഡിസിഷൻ എടുത്ത് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതിനകം ചർച്ച ചെയ്ത് പോയൊരു കാര്യമല്ലേ. അതിലെന്താ പൊതുവ? അത് അവരുടേതായ കാരണങ്ങളാൽ അവർ പിന്തുണ നൽകിയതാണെന്ന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുമുണ്ട്. എന്താണ് ഇതെങ്കിൽ ഇപ്പം ഈ ഘട്ടത്തിൽ ആ ചോദ്യത്തിൽ ഒരർത്ഥമില്ലല്ലോ. പിന്തുണ അവർ നൽകിയ പിന്തുണ അവരുടേതായ കാരണങ്ങളാൽ പൊളിറ്റിക്കലായ റീസണിൽ പിന്തുണ വരുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? അതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അതൊന്നും കുത്തിപ്പൊക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. സ്ഥാനാർത്ഥികൾക്കൊക്കെ ചിലപ്പോൾ എല്ലാ പ്രോഗ്രാമിനും എത്താൻ കഴിഞ്ഞെന്ന് ഇരിക്കില്ലല്ലോ. അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല അത് അങ്ങനെ ആക്കി തീർക്കാൻ ഒരു ശ്രമം ചിലരൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, എല്ലാ പരിപാടിയിലും സ്ഥാനാർത്ഥികൾക്ക് എത്തിപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അവരെ പൊതുനയം അവർ പറഞ്ഞല്ലോ. അവരെ പൊതുനയം അവരെ ഇടതുപക്ഷത്തോടൊപ്പമാണെന്ന് അവർ പറഞ്ഞു.
അവർ ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളത് ചർച്ച ചെയ്യേണ്ട കാര്യം. അവർ ഇടതുപക്ഷത്തോടൊപ്പാണെന്ന് അവരും പറഞ്ഞു, അവർ കൂടെയാണെന്ന് LDF പറയുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളെന്തിനാ ചർച്ച ചെയ്യേണ്ട കാര്യം? ഞാൻ എൻ്റെ പത്രസമ്മേളനങ്ങൾ ഒരുപാട് കണ്ടു കാണുമല്ലോ. എന്താ തോന്നിയത് അതങ്ങ് എഴുതിയാൽ മതി. ഇനിയിപ്പോൾ അതിന് വേറൊരു ആൻസർ ഇപ്പോൾ വേണ്ട. ഞാൻ ആരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാറില്ല. പിന്നെ ആ ചോദ്യം എന്തിനാ എന്നോട് ചോദിക്കണം? ഓരോ നേതാക്കന്മാർക്കൊക്കെ ഓരോ ശൈലി ഉണ്ടല്ലോ. എൻ്റെ ശൈലി പേഴ്സണലായിട്ട് ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്യാറില്ല. ഹൃദയം പറയും ആധാർ ഗോൾഡ്, കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.